എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മൈക്കൽ ബ്രേസ്വെല്ലിന്റെ ആരും പ്രതീക്ഷിക്കാത്ത, ഏവരെയും അമ്പരപ്പിച്ച ആ ഒരൊറ്റ പ്രവൃത്തി. അതെ, തോൽവിക്ക് ശേഷം ഇന്ത്യൻ ഓപ്പണർ രോഹിത് ശർമ്മയ്ക്ക് മുന്നിൽ കൈകൂപ്പുക മാത്രമല്ല, സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ കാൽക്കൽ വീള അനുഗ്രഹം തേടിയ ആ നിമിഷം കണ്ട് അക്ഷരാർത്ഥത്തിൽ കായിക ലോകം ഞെട്ടിത്തരിച്ചുപോയി. ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ച് അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടുന്ന ആ കാഴ്ച എന്തെന്നാൽ, എന്തുകൊണ്ടാണ് മൈക്കൽ ബ്രേസ്വെൽ അങ്ങനെ ചെയ്തതെന്നാണ്. വഡോദരയിലെ BCA ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന തീപാറുന്ന പോരാട്ടത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്തു. തുടക്കത്തിൽ ഇന്ത്യയുടെ തീരുമാനം പാളിയോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു കിവീസിന്റെ പ്രകടനം. ഓപ്പണർമാരായ ഡെവൻ കോൺവേയും ഹെൻറി നിക്കോൾസും ചേർന്ന് ഇന്ത്യൻ ബൌളർമാരെ കണക്കിന് പ്രഹരിച്ചു. കോൺവേ 56 റൺസും നിക്കോൾസ് 62 റൺസും നേടി ന്യൂസിലൻഡിനെ കൂറ്റൻ സ്കോറിലേക്ക് നയിക്കുമെന്ന് തോന്നിച്ചു. എന്നാൽ 21-ാം ഓവറിൽ കളിയുടെ ഗതിമാറി. മൈതാനത്ത് രോഹിത് ശർമ്മ നായകന്റെ റോളിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്നതോടെ തന്ത്രങ്ങൾ മാറിമറിഞ്ഞു. ഹർഷിത് റാണയുടെ തീപ്പൊരി സ്പെൽ കിവീസിന്റെ നടുവടിച്ചു. പിന്നാലെ സിറാജും പ്രസിദ്ധ് കൃഷ്ണയും കുൽദീപ് യാദവും വരിഞ്ഞുമുറുക്കിയതോടെ ഡാരൽ മിച്ചലിന്റെ 84 റൺസിന്റെ ഒറ്റയാൾ പോരാട്ടമുണ്ടായിരുന്നിട്ടും ന്യൂസിലൻഡ് 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസിൽ ഒതുങ്ങി. 301 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് രോഹിത് ശർമ്മയെ പെട്ടെന്ന് നഷ്ടമായെങ്കിലും ശുഭ്മാൻ ഗിൽ 56 റൺസുമായി ഇന്നിംഗ്സിന് അടിത്തറയിട്ടു. പിന്നീടാണ് ക്രീസിൽ വിരാട് കോഹ്ലി എന്ന രാജാവിന്റെ വിശ്വരൂപം കണ്ടത്. 91 പന്തിൽ 93 റൺസ്. ക്ലാസിക് കവർ ഡ്രൈവുകളും തകർപ്പൻ പുൾഷോട്ടുകളുമായി കോഹ്ലി കളം നിറഞ്ഞു. ഒടുവിൽ ശ്രേയസ് അയ്യർ 47 റൺസുമായി പുറത്താകാതെ നിന്ന് ഇന്ത്യയെ 48.3 ഓവറിൽ 6 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയത്തിലേക്ക് നയിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, യഥാർത്ഥ നാടകം തുടങ്ങിയത് മത്സരത്തിന് ശേഷമായിരുന്നു. കളി തോറ്റ ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മൈക്കൽ ബ്രേസ്വെൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുകയായിരുന്ന രോഹിത് ശർമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. എല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നോക്കി നിൽക്കെ ബ്രേസ്വെൽ രോഹിത്തിന് മുന്നിൽ കൈകൂപ്പി ആദരവ് പ്രകടിപ്പിച്ചു. തൊട്ടുപിന്നാലെ വിരാട് കോഹ്ലിയുടെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ വീണ് അനുഗ്രഹം തേടിയ കാഴ്ച സ്റ്റേഡിയത്തെ ഒന്നാകെ കോരിത്തരിപ്പിച്ചു. വിരാട് കോഹ്ലി പോലും ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും ഉടൻ തന്നെ ബ്രേസ്വെല്ലിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സ്നേഹത്തോടെ മാറോടണച്ചു. ഏകദേശം 10 മിനിറ്റോളം രോഹിത്തും വിരാടും ബ്രേസ്വെല്ലുമായി മൈതാനത്ത് സംസാരിച്ചു നിന്നു. വിരാട് കോഹ്ലി എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്, അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണത് എന്റെ ബഹുമാനം കൊണ്ടാണ് എന്നായിരുന്നു ബ്രേസ്വെല്ലിന്റെ വാക്കുകൾ. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും പെരുമാറ്റവും തന്നെ വല്ലാതെ സ്വാധീനിച്ചെന്നും തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനാണ് അവർ ഉപദേശിച്ചതെന്നും ബ്രേസ്വെൽ വികാരഭരിതനായി പറഞ്ഞു. ഓസ്ട്രേലിയൻ ഇതിഹാസം റിക്കി പോണ്ടിംഗ് പോലും ഇന്ത്യയുടെ ഈ വിജയത്തെയും കോഹ്ലിയുടെ 93 റൺസ് ഇന്നിംഗ്സിനെയും വാനോളം പുകഴ്ത്തി. ക്രിക്കറ്റ് എന്നത് വെറുമൊരു കളിയല്ല, അത് സംസ്കാരങ്ങളുടെയും സ്നേഹത്തിന്റെയും ഒത്തുചേരലാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, രോഹിത് വിരാട് സഖ്യത്തിന്റെ ഈ മനോഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? 2027 ലോകകപ്പ് ആര് നേടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കൂ. ഒപ്പം ഇതുപോലുള്ള രോമാഞ്ചം കൊള്ളിക്കുന്ന ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.